നമസ്കാരം. ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനം മേജർ ആർച്ച് ബിഷപ്പ് ഹൗസ് പട്ടം 695004 തിരുവനന്തപുരം. അപ്പോൾ ബിഷപ്പ് ഹൗസിലേക്കുള്ള യാത്രയാണ്, അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന്. ഈ സ്ഥലം അറിയണ്ടേ? പട്ടം അല്ലേ? മെഡിക്കൽ കേശവദാസനും പട്ടത്താണ് ഇതിൻ്റെ ആസ്ഥാനം. നമ്മളിങ്ങനെ വലത് കാല് വെച്ച് ഉള്ളിലോട്ട് കയറുവാണ്. രണ്ട് സൈഡ് നല്ല ചെടികളൊക്കെ വെച്ച് ഇങ്ങനെ സുന്ദരമാക്കിയിട്ടുണ്ട്. ഇതാണ് തിരുസന്നിധി എന്ന് പറയുക. ഇവിടെ വന്നത് വാസ്തവത്തിൽ ഇന്ന് വി.ഡി. സതീശൻ്റെ ഒരു നമ്മുടെ അച്ഛൻ്റെ ബിഷപ്പിൻ്റെ ഒരു പുസ്തക പ്രകാശനമുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പോൾ കിട്ടിയ അവസരത്തിൽ അവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെ പകർത്തുന്നു എന്നതാണ് സത്യം. ക്യാമറയിലെ കയ്യിൽ നിന്ന് വീണപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഗ്ലാസ് പൊട്ടിയതുകൊണ്ടൊരു ചെറിയ ഗ്ലെയറുണ്ട്. പ്രേക്ഷകരെ നിരുപാധികം ക്ഷമിക്കുക. അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ ഇങ്ങനെ ഏതാണ്ട് ഒരു കുരിശൊക്കെ വെച്ച് ഇങ്ങനെ ഒരു സിംബലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരുസന്നിധിയാണിത്. കർത്താവിൻ്റെ പടമൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പിന്നിൽ കഥയുണ്ട്. ആക്ച്വലി ഈ പടം പിയാത്തോ ബെന്തലി എന്ന ആളിനെ മോഡലാക്കിയാണ് യേശുവിൻ്റെ ചിത്രം വരച്ചത് എന്നൊരു സത്യമുണ്ട്. അത് വരച്ചത് വേറെ ആരുമില്ല, മൈക്കൽ ആഞ്ചലോയാണ് ആ പടം വരച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ അകത്ത് കയറി ബിഷപ്പ് ഹൗസിലെ വിശേഷമൊക്കെ ഇങ്ങനെ കണ്ടേച്ചും വരാം. ഇവിടെ പടി കയറി വല്ല സൈഡിൽ റിസപ്ഷൻ, എൻക്വയറി വല്ല സൈഡ്. ബിഷപ്പിൻ്റെ ഫോട്ടോ, നമ്മുടെ പാപ്പയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് ചാരിറ്റി പ്രോജക്ട്സ് 2008-25 ചാരിറ്റി പ്രോജക്ട്സ് ഇനിഷ്യേറ്റഡ് ബൈ ഹിസ് ബീറ്റിറ്റ്യൂഡ് ബെസിലിയസ് കർദിനാൾ ക്ലെമീസ് കത്തോലിക്കാസ് ഇൻ കണക്ഷൻ വിത്ത് സ്പെഷ്യൽ സെലിബ്രേഷൻ സിൻസ് 2008. അപ്പോൾ അതിൻ്റെ വിശദീകരണമാണ് 2008 മുതൽ 2025 വരെ വിഷയം. കൂടുതൽ വിവരങ്ങൾക്ക് ഫിനാൻസ് ഓഫീസർ മേജർ ആർച്ച് ബിഷപ്പ് ഹൗസ് പട്ടം സമീപിക്കുക. അപ്പോൾ ഇതിനകത്തൊരു വിസിറ്റേഴ്സ് ലോഞ്ച് ഉണ്ട്, പാർലർ എന്നാണ് പറയുക. അപ്പോൾ ഒരു പുസ്തക പ്രകാശനത്തിന് ഇറങ്ങിയതാണ്. ദാവീദിൻ്റെ കിന്നരോ എന്ന് പറഞ്ഞൊരു പുസ്തക പ്രകാശനത്തിന് ക്ഷണിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു അനുഗ്രഹമായി. പുസ്തക പ്രകാശനം കാണുന്നതോടൊപ്പം ബിഷപ്പ് ഹൗസും ഒന്ന് ഷൂട്ട് ചെയ്ത് ബിഷപ്പിനെ ഒന്ന് കണ്ട് ബിഷപ്പിൻ്റെ പ്രസംഗവും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ പ്രസംഗമൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതെല്ലാം ഞാൻ പൂർണ്ണമായി ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിഷപ്പിൻ്റെ പ്രസംഗം, നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ വിജ്ഞാനകരമായ പ്രസംഗം, പിന്നെ അവിടുത്തെ ആ പുസ്തക പ്രകാശനവും ഈ പ്രദേശം മുഴുവനും ഓടിച്ച് ഞാൻ ചുറ്റി ഇറങ്ങി കാണിക്കുവാണ്. ഏതായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മലങ്കര കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചും മറ്റുള്ളവർക്കും ഇതൊരു നല്ലൊരു അനുഭവമാണ്. കാരണം ഈ ബിഷപ്പ് ഹൗസ്, മലങ്കര കത്തോലിക്ക ബിഷപ്പ് ഹൗസ് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊരു വലിയ വലിയൊരു അനുഭവമാണ്. അപ്പോൾ എൻ്റെ ഈ എളിയ ശ്രമത്തെ നിങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ യാത്ര തുടരാം. അകമൊക്കെ ചുറ്റിക്കണ്ട് പ്രസംഗമൊക്കെ കേട്ട് പതുക്കെ ഇങ്ങനെ ഇറങ്ങാം. ഇത് വിസിറ്റേഴ്സ് റൂമാണ്. അവിടെ ഇരുന്ന് പുസ്തകമൊക്കെ വായിച്ച് വെയിറ്റ് ചെയ്യാം. ചുറ്റുവട്ടത്തും ഇങ്ങനെ അച്ഛന്മാരുടെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ടുണ്ട്. അത് ഉറക്കെ വായിക്കാൻ പറ്റിയില്ല, കാരണം അതിനകത്തൊരു സൈലൻസ് ഉള്ളതുകൊണ്ട് ശബ്ദം ഒന്നിച്ച് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫോട്ടോസാണ് ഈ കാണിക്കുന്നത്.
വിസിറ്റേഴ്സ് ലോഞ്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറേ റൂംസ് ഉണ്ട്. പല സൈഡിൽ ഇങ്ങനെ തെങ്ങൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു കുരിശടി പോലത്തെ ഒരു സാധ്യതയുണ്ട്, കല്ലുകളൊക്കെ വെച്ചിട്ട്. സൂപ്പർ, നല്ലൊരു ആർക്കിടെക്റ്റാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഓഫീസ് മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ മാത്യൂസ് മാർ ഹോളി കോർപ്പസിൻ്റെ ഓക്സിലറി ബിഷപ്പിൻ്റെ ഓഫീസാണത്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടരണം. ഇവിടെ യേശുവിൻ്റെ പടം വെച്ചിട്ടുണ്ട്. ചാപ്പലാണ്, സെൻറ്റ് ബേസിൽ ചാപ്പലാണ് അതിനകത്ത്. ജസ്റ്റ് ഒന്ന് പോയി കണ്ടുവെച്ചു തരാം. ഇതാണ് ചാപ്പൽ. കീപ് യുവർ ഷൂസ് സാൻഡൽസ് ഹിയർ. അകത്ത് ചെരുപ്പിടാൻ പാടില്ല, ചെരുപ്പോടെ വീഴണം. എന്നിട്ട് നമ്മളിങ്ങനെ അകത്ത് കയറണം. സെൻറ്റ് ബേസിൽസ് ചാപ്പൽ, Archbishop's House Chapel, was blessed by His Grace Benedict Mark Gregorius, the Metropolitan Archbishop in 1969. The chapel was renovated and the sanctuary was extended in 2017-2018. The renovated chapel was consecrated with Holy Myron and named as Saint Basil Chapel by His Beatitude More Basilius Cardinal Clemens, Major Archbishop Catholic Course of the Malankara Syrian Catholic Church and Major Archbishop of Trivandrum on 6th and 8 March 2018. അന്നാണ് ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു ശിലാസ്ഥാപനവും മറ്റു ഉദ്ഘാടനമൊക്കെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണത്. ശരിക്കും ആ ഒരു ആർക്കിടെക്റ്റ് ഉണ്ടല്ലോ, കൊത്തുപണിയൊക്കെ സൂപ്പർബായിട്ടുണ്ട്. ക്ലോസ്ഡ് ആണ്, അകത്ത് കയറാൻ പറ്റുമോ നോക്കാം. അടച്ചിട്ടുണ്ട്. പുറമേ നല്ല കാഴ്ചയൊക്കെ കണ്ടേക്കുമ്പോൾ അവസരം കിട്ടിയാൽ ഇതിനകത്ത് പിന്നെ എപ്പോഴും വന്നെടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇറ്റ്സ് ക്ലോസ്ഡ്. അടിപൊളി കൊത്തുപണി സൂപ്പർബായിട്ടുണ്ട്. നമ്മളിങ്ങനെ പോയി ചെരുപ്പ് കൂടെ അടിച്ചു തരാം, അല്ലെങ്കിൽ പണിയാവും. ഇവിടെ ചുവരുമേൽ എൻ്റെ കുറേ ആർട്ടുണ്ട് ഇങ്ങനെ. ആ ഒരു ശരിക്കും പറഞ്ഞാൽ കാണേണ്ട കാഴ്ചകളുണ്ട് ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ. പ്രസിൻസ് ഇന്ത്യൻ ഓഡിറ്റ് ഓഫീസ് ആൻഡ് സെയിൻറ്റ് തിരുസന്നിധി സെൻറ്റ് ബേസിൽ ചാപ്പലാണ്. ശരിക്കും ആ ഒരു ആർട്ട് ഉണ്ടല്ലോ, കുറേ ആർട്സാണ്, പറയുന്ന നല്ല ചിത്രങ്ങളാണ്. ഉണ്ണീശോ, മാതാവ്, പഴമയും പുതുമയും ചേർന്നുള്ള ആ ഒരു ചിത്രകല സൂപ്പർബായിട്ടുണ്ട്. പിന്നെ ബാരിയർ ജോർജ് ജോസഫ് മീഡിയ റൂം ഇവിടെയാണ് കേട്ടോ. ബാരിയർ ജോർജ് ജോസഫ്. ഇതാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ്. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ബാരിസ്റ്ററാണിത് ആയിരുന്നു. അങ്ങനെ പോയിട്ട് അസിസ്റ്റൻറ്റ് ഫിനാൻസ് ഓഫീസറുടെ റൂമാണ്. അവിടെയും നല്ല ഛായാചിത്രങ്ങൾ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. യേശുവിനെ കുരിശിൽ നമ്മൾ എന്താ പറയുക, ഈ 14 വഴിയുണ്ട് കുരിശടിയുടെ 14 സ്റ്റേജസ്. അത് കഴിഞ്ഞിട്ട് യേശു ഉയർത്തെഴുന്നേൽക്കുന്നതും ശിഷ്യന്മാരെ കാണുന്നതും ഒക്കെയുള്ളപ്പം അതാണ് ക്രൂശിക്കുന്നതും ക്രൂശിതനായ ശേഷം ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ ചിത്രീകരിക്കുന്ന ചിത്രങ്ങളാണിതൊക്കെ. അങ്ങനെ നമ്മൾ പത്രക്കാരോട് മറ്റൊരു റൂമിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. ഉള്ളിൽ കയറി വലിയൊരു മദർ തെരേസേൻ്റെ പോർട്രേറ്റ് ഉണ്ട് അവിടെ. ഇത് ഡൈനിങ് ഹാളാണ് തോന്നുന്നു. ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് പുസ്തക പ്രകാശനം. ഇഫ് യു ക്യാൻ 100 people ഫീൽ ജസ്റ്റ് വൺ മദർ തെരേസയുടെ വചനങ്ങളാണ്. അപ്പോൾ ഇവിടെ പുസ്തക പ്രകാശനത്തിനുള്ള
ക്രമീകരണമൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പുസ്തക പ്രകാശനം. ദാവീദിൻ്റെ കിന്നരം റൈറ്റ് റവറൻ ഡോക്ടർ ജോൺസൺ കൈമരയിൽ എപ്പിസ്കോപ്പ രചിച്ച പുസ്തക പ്രകാശന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിനകത്ത് അങ്ങനെ കയറിയത്. അച്ഛനൊക്കെ ഇരുന്നത് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇവിടെയും സംഗതി എന്തെന്നാണ്, ഇവിടെയും ഉണ്ട് നമ്മുടെ മീൻകുട്ടന്മാർ. 11 വർഷം മുമ്പ് പ്രിയപ്പെട്ട മോൺസിഞ്ഞോർ ജോൺസൺ കൈമരിൽ അച്ഛന് റോമിൽ നിന്ന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയുടെ പേരിൽ നാട്ടിലെത്തിക്കഴിഞ്ഞ് ദീർഘമായ ട്രീറ്റ്മെൻറ്റും ചികിത്സയും ഒക്കെയായി ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. കഴിഞ്ഞ വർഷം പ്രിയപ്പെട്ട അച്ഛൻ ഒരു പുസ്തകം ഡേവിഡ് ഇല്ലിക്കൽ അച്ഛനെ സംബന്ധിച്ച് കോർഡിനേറ്റ് ചെയ്യുകയുണ്ടായി. ഈ വർഷം അച്ഛൻ്റെ ശാരീരിക വിഷമത്തിനിടയിൽ അച്ഛന് ചലിക്കുന്നത് വീൽ ചെയറിലാണ് മൂവ് ചെയ്യുന്നത്. വലത്തെ കൈ മാത്രമാണ് ചലിക്കുന്നത്. ആ കൈ കൊണ്ട് 500 പേജുള്ള ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. സങ്കീർത്തനങ്ങളെ പറ്റിയുള്ള ഒരു പഠനമാണ് അദ്ദേഹം രചിച്ചത്. അതിൻ്റെ റിലീസിങ്ങിൻ്റെ ചടങ്ങാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ഈ ചടങ്ങിൽ പ്രാർത്ഥനാ ഗാനത്തോടെ നമ്മൾ ആരംഭിക്കും. പ്രിയപ്പെട്ട ജോൺസൺ കൈമരിൽ അച്ഛൻ്റെ വികാരി പ്രിയപ്പെട്ട ബോസ് മാത്യു അച്ഛൻ സ്വാഗത പ്രസംഗം ചെയ്യുകയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കുകയും തുടർന്ന് മീറ്റിങ്ങിൻ്റെ ക്രമീകരണങ്ങൾ മുഴുവനും ബോസ് അച്ഛൻ നിയന്ത്രിക്കുകയും ചെയ്യും. പരിശീലനത്തിൽ ദൈവശാസ്ത്ര ആഭിമുഖ്യം കൊടുക്കുന്നതിന്, തിരുവചന ആഭിമുഖ്യം കൊടുക്കുന്നതിന് കർമ്മനിരതമായ ഒരു ജീവിതമാണ് ബഹുമാനപ്പെട്ട ഫിലിപ്പ് ചെമ്പകശ്ശേരി അച്ഛൻ സഭയ്ക്കും നമുക്കെല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50 വർഷം കൂടിയാണ് ഇത്. പ്രിയപ്പെട്ട അച്ഛൻ ദീർഘകാലമായിട്ട് നാലാഞ്ചിറ നമ്മുടെ മലങ്കര സെമിനാരിയിൽ ദൈവശാസ്ത്രത്തിൽ ഇനി അച്ഛൻ പഠിപ്പിക്കാൻ വിഷയങ്ങളുണ്ടോ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഏകദേശം എല്ലാ വിഷയങ്ങളും അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വിദ്യാർത്ഥിയെ പോലെ എഴുതിയും വായിച്ചും പഠിച്ചും നമ്മെ പഠിപ്പിക്കുന്ന വൈദികനാണ് പ്രിയപ്പെട്ട ചെമ്പകശ്ശേരി അച്ഛൻ. അച്ഛനെ ഈ സദസ്സിൽ പ്രത്യേകമായി ഒരു ഗുരു ശ്രേഷ്ഠ വന്ദനം നടത്തണമെന്നുള്ളത് ജോൺസൺ അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. പ്രിയപ്പെട്ട ചെമ്പകശ്ശേരി അച്ഛനെ നമുക്കെല്ലാവർക്കുമുള്ള ആദരവും സ്നേഹവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ സമ്മേളനത്തിൽ പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളോട് സംസാരിക്കാമെന്ന് സമ്മതിച്ചത് ആദരണീയനായ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് കൊണ്ടും വളരെ സത്യസന്ധമായ ഏറെ നിലപാടുകൾ ഉള്ളതുകൊണ്ടുമല്ല ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടത്. വിശുദ്ധ ബൈബിൾ പല ആവർത്തി വായിക്കുകയും നമ്മുടെ അനേകം സദസ്സുകളിൽ വിശുദ്ധ ബൈബിൾ അധികരിച്ച് പലപ്പോഴും സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും നടത്തുന്നത് കേട്ടതിൻ്റെ ഈ പശ്ചാത്തലത്തിലാണ് ജോൺസൺ അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത്. നിലമ്പൂരിലെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ തിരക്കുകളിലാണ് ഈ ഒരു കാര്യം അദ്ദേഹത്തെ അറിയിക്കുന്നത്. അദ്ദേഹം വളരെ സന്തോഷത്തോടെയും ഔദാര്യത്തോടെയും നമ്മളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാമെന്ന് സമ്മതിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജോൺസൺ അച്ഛൻ്റെ പ്രത്യേകമായ ആദരവും സ്നേഹവും അങ്ങേ അറിയിക്കുന്നു. എല്ലാവർക്കും വേണ്ടി അങ്ങേ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. പ്രിയമുള്ളവരെ, പേര് പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ടവരാണ് ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും. ബഹുമാനപ്പെട്ട വൈദികർ ധാരാളം ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ബഥനി സുപ്പീരിയർ ജനറൽ ഗീവർഗീസ് കുറ്റിയിലച്ഛനും തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മോർ ആൻഡ് മോർ ബെസിലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവായും ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ദൈവ തിരുനാമത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും പ്രസിദ്ധ സുവിശേഷ പ്രസംഗകനുമായ ശ്രീ വി ഡി സതീശൻ, അഭിനയ പിതാക്കന്മാരെ, വിജയൻ സാർ, പ്രിയപ്പെട്ട ചെമ്പകശ്ശേരിലച്ചൻ, നമ്മെ എല്ലാവരെയും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂട്ടിയ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ജോൺസൺ കൈമലയിൽ കോറെപ്പിസ്കോപ്പ, പ്രിയപ്പെട്ട സഹോദര വൈദികരെ, കൈമലയിൽ കുടുംബത്തിൻ്റെയും ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ്റെയും സ്നേഹിതരും സുഹൃത്തുക്കളുമായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ബഹുമാനപ്പെട്ട ജോൺസൺ കൈമലയിൽ കോറെപ്പിസ്കോപ്പായുടെ ഒരു പ്രാർത്ഥന ഇവിടെ പരസ്യമായി ദൈവത്തോടും ദൈവജനത്തോടും ചേർന്ന് വായിച്ച് തുടങ്ങുകയാണ്. ദാവീദിൻ്റെ കിന്നരം എന്ന ശീർഷകത്തിൽ സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള വിചിന്തനം, പ്രാർത്ഥന, വായന, പ്രചോദനാത്മകമായ തുടർ വായന, അതെല്ലാം ലിഖിത രൂപത്തിൽ നമുക്ക് ഇവിടെ ലഭ്യമാവുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങി സംസാരിക്കുന്നത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തെ ഇവിടേക്ക് വിളിച്ചതിൻ്റെ കാരണം സ്വാഗത പ്രസംഗകൻ സൂചിപ്പിക്കുകയുണ്ടായി. വളരെയേറെ ആഴത്തിലും വ്യക്തിപരമായ അനുഭവ തലങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് സുവിശേഷത്തെ പുനർവായനയ്ക്കും വിചിന്തനത്തിനും വിധേയമാക്കുന്ന ഒരു തപസ്യയിൽ ഈ ജനപ്രതിനിധി ഏറെ മുൻപോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന വസ്തുത. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ കിന്നരത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അഭിനയ അരേനേസ് പിതാവ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ പ്രസംഗത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് പുസ്തകം പ്രകാശനത്തിന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ചുമതലയും എൻ്റെ ഇന്നത്തെ സന്തോഷപ്രദമായ കടമയും. ജോൺസൺ അച്ഛൻ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ തീച്ചൂളയിലെ അനുഭവത്തിൽ മുൻപോട്ട് പോകുന്നയാളാണ്. അച്ഛനെ നേരത്തെ പരിചയമില്ലാത്തവർക്ക് ഒരു വാക്ക് ഇങ്ങനെ പറയുന്നത് നന്നായിരിക്കും. സമർത്ഥനായ വിദ്യാർത്ഥിയായി, പ്രേക്ഷിത ചൈതന്യമുള്ള മിഷണറിയായി, തുടർന്ന് റോമിലെ സർവകലാശാലയിൽ മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും കരസ്ഥമാക്കി റോമിലെ പൗരസ്ത്യ തിരുസംഘത്തിലെ ഉദ്യോഗസ്ഥനായി ശുശ്രൂഷ ചെയ്ത് പരിശുദ്ധ പിതാവിൻ്റെ പേഴ്സണൽ ചാപ്ലൈൻ എന്ന നിലയിലുള്ള ഡൊമസ്റ്റിക് പ്രിലേറ്റ് മോൺസിഞ്ഞോർ സ്ഥാനം ലഭ്യമായി വളരെ സ്തുത്യർഹമായ ശുശ്രൂഷ ചെയ്തു വരികയാണ്. അപ്രതീക്ഷിതമായി അദ്ദേഹം രോഗിയാകുന്നത് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്കെല്ലാം അതൊരു വളരെ വേദനിപ്പിക്കുന്ന ഒരനുഭവമായിരുന്നു. ഇന്നും
ഒട്ടേറെ ചികിത്സകൾക്ക് വിധേയമായി ഓരോ തവണയും അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കുമ്പോൾ മെച്ചമാകുന്നുണ്ട് എന്ന വാർത്തയല്ലാതെ നിരാശപ്പെടുത്തുന്ന ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരിക്കലൊരു വലിയ സുവിശേഷ കൺവെൻഷനിൽ പങ്കെടുക്കണമെന്ന് അച്ഛന് വലിയ ആഗ്രഹം. ദീർഘദൂരം യാത്ര ചെയ്ത് ദേവാലയ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഞാനും മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് തീവ്രമായി പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ കൺവെൻഷനിൽ ജോൺസൺ അച്ഛൻ്റെ മേൽ ഒരടയാളം കാണിക്കണമേ. കൺവെൻഷൻ സമാപിച്ചു. അവസാന നിമിഷവും എന്തെങ്കിലും ഞാൻ ജോൺസൺ അച്ഛനിൽ ഒരു അടയാളം നോക്കി ഞാൻ കണ്ട അടയാളത്തേക്കാൾ ആഴത്തിൽ മറ്റൊരടയാളം അദ്ദേഹത്തിൻ്റെ മേൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അച്ഛന് തലയിലൊരു കുരിശു വരച്ച് നെറ്റിയിലൊരു ചുംബനം കൊടുത്ത് പോരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വേദനയ്ക്കപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്നിലൂടെ നിറവേറണം എന്നത് ഞാൻ തിരിച്ചറിയുന്നു. അതാണ് എനിക്ക് ലഭിച്ച ഇവിടുത്തെ വലിയ സൗഖ്യം. ഇരുന്നു കൊണ്ട് വിശുദ്ധ കുർബാന അദ്ദേഹം ദൈവാലയങ്ങളിൽ അർപ്പിക്കും. ദീർഘമായ സുവിശേഷ പ്രസംഗം നടത്തും. തൻ്റെ അടുക്കൽ വരുന്നവരെ പ്രത്യാശയിൽ തിരിച്ചയക്കും. കഠിനമായ ശാരീരിക അസ്വസ്ഥതകൾക്കിടയിലാണ് അദ്ദേഹം ഈ കാര്യം ചെയ്യുക. സങ്കീർത്തനങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പ്രതിസന്ധികളും പ്രത്യാശ ഉളവാക്കുന്ന കാര്യങ്ങളും ദൈവത്തോട് മല്ലിടുന്ന വിഷയങ്ങളും സാത്താൻ ആക്രമിക്കുന്ന വിഷയങ്ങളും എല്ലാം ചേർത്തുള്ളതാണ്. അതിൽ ദാവീദിൻ്റെ കിന്നരം സങ്കീർത്തനത്തെക്കുറിച്ച് ദാവീദിനോട് ചേർന്ന് നിന്ന് ജോൺസൺ അച്ഛൻ പ്രാർത്ഥിച്ചതും ധ്യാനിച്ചതുമായ 150 പ്രാർത്ഥനകൾ ആണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ആ ഭാഗം ഞാനവിടെ അവസാനിപ്പിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ ഒരടയാളം അദ്ദേഹത്തിൻ്റെ മേൽ പതിഞ്ഞിട്ടുണ്ട് എന്നത് മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന് ഈ പൊതുസമൂഹത്തിലേക്ക് ആ അടയാളത്തിൻ്റെ രൂപഭാവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചെറിയ രോഗത്തിൽ പോലും ദൈവത്തെ വെല്ലുവിളിക്കുന്ന, അതേറ്റെടുക്കുവാൻ ത്രാണിയില്ലാത്ത, വിശ്വാസത്തിന് ഉറപ്പില്ലാത്ത മനസ്സുകളുടെ മധ്യേ ഈ ചെറുപ്പക്കാരനായ വൈദികൻ, ഉന്നത വിദ്യാഭ്യാസമുള്ള ഈ ഒരു ദാർശനികൻ തൻ്റെ ജീവിതത്തിൻ്റെ യൗവനത്തിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലമായ കാലത്ത് അദ്ദേഹം നേരിട്ട ഒരു പ്രതിസന്ധിയിൽ ദൈവത്തെ വെല്ലുവിളിക്കാതെ ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിധേയപ്പെട്ട് ജീവിക്കുക മാത്രമല്ല, അതാണ് കരണീയം എന്ന് എഴുതുകയും വായിക്കുകയും പ്രബോധനം നൽകുകയും ചെയ്യുന്ന അതിസുന്ദരമായ ഒരിടയ ശുശ്രൂഷ പ്രിയപ്പെട്ട ജോൺസൺ അച്ഛൻ്റെ ജീവിതത്തിൽ തുടർന്നും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമിൽ ചെല്ലുമ്പോൾ അച്ഛനെ അറിയാവുന്ന പഴയ സഹപ്രവർത്തകരൊക്കെ ചോദിക്കും, ജോൺസൺ അച്ഛൻ എങ്ങനെയിരിക്കുന്നു? ഞാൻ സത്യം പറയും, ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. But he is mentally and spiritually very strong and he is inspiring so many people. അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം അത് ഒരു പ്രത്യേകതയുള്ളതാണ്. അച്ഛൻ ഇതെങ്ങനെയാണ് എഴുതി തീർത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരേ സമയത്തിരുന്ന് എഴുതാനും വായിക്കാനും സാധിക്കില്ലല്ലോ. എങ്കിലും മണിക്കൂറുകൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് രൂപപ്പെടുത്തിയത് ഞങ്ങൾക്കെല്ലാം ഒരു അടയാളമായി നിൽക്കുന്നു.
വേദനകളുടെ നടുവിലും എന്നെ കൈവിടാത്ത ഒരു ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നതെന്ന് ലോകത്തോട് സുവിശേഷമായി പറയുന്ന അച്ഛൻ അഞ്ചാമത്തെ സുവിശേഷമായി ഞങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് നൽകിയ കൃപയായി സ്വീകരിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ദൈവം കൂടെ ഇരിക്കട്ടെ. ഈ ഒരു ചെറിയ ചടങ്ങെന്ന് പറഞ്ഞാൽ അത് പുസ്തകത്തെയോ ഗ്രന്ഥകാരനെയോ കുറിച്ച് പറയുകയല്ല. അത് സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത പ്രിയപ്പെട്ട സതീശൻ സാർ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇരട്ടി സന്തോഷത്തിലാണ്. അത് ഞാൻ കാരണം പറയേണ്ടതില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചും അതൊരു വലിയ വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംബന്ധിച്ചും വലിയ ഒരു നേട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ കാര്യത്തിൽ ഈ വലിയ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം സമയം കണ്ടെത്തി യെസ് എന്ന് പറഞ്ഞത് ഇന്ന് രാവിലെ ഗിരിദീപത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. സംഘാടകരോട് ഞാൻ ചോദിച്ചു, വൈകുന്നേരം വീണ്ടും അദ്ദേഹത്തിന് വരാൻ സാധിക്കുമോ? ഉറപ്പായി അദ്ദേഹം വരും എന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഉറപ്പുണ്ടോ? സുവിശേഷമായതുകൊണ്ട് വരും. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിന്, വലിയ ഒരു കരുതലിന്, പൗരോഹിത്യത്തെ മാനിക്കുന്നതിന്, നന്മയെക്കുറിച്ച് സംസാരിക്കുന്നവരോട് ചേർന്ന് നിൽക്കുന്നതിനൊക്കെ കാണിക്കുന്ന എല്ലാ നല്ല മനസ്സിനും ഹൃദയപൂർവമായ നന്ദി പറഞ്ഞ അങ്ങേ സന്തോഷത്തോടുകൂടി POCയുടെ സമ്പൂർണ്ണ ബൈബിളാണ്. ഇതില്ലാത്ത അച്ഛന്മാർ ചോദിച്ചാൽ കൊടുക്കരുത്. പ്രിയപ്പെട്ട ചെമ്പകശ്ശേരിലച്ചൻ ഗുരുക്കന്മാരുടെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50-ാം വർഷമാണ്. ബഹുമാനപ്പെട്ട ബോവാസച്ചന് സൂചിപ്പിച്ചതുപോലെ സെമിനാരിയിലെ ദൈവശാസ്ത്ര വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തിൽ അനേകരിലേക്ക് അറിവും അനുഭവവും അനുഗ്രഹമായി നൽകിയ ഗുരുവാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നു എന്നത് നമ്മുടെ സഭയ്ക്കും ഈ സമൂഹത്തിനും തന്നെ വലിയ അഭിമാനമാണ്. ചെമ്പകശ്ശേരിലച്ചൻ എന്ന ഗുരു ക്ലാസ് എടുക്കാൻ വിളിച്ചാൽ പോകാതിരിക്കില്ല. ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിൽ അദ്ദേഹം കാട്ടുന്ന ഒരു സമർപ്പണം നമുക്കൊരു വെല്ലുവിളിയാണ്. വാർദ്ധക്യത്തിൽ എന്നൊന്നും പറഞ്ഞാൽ അദ്ദേഹത്തെ കൊച്ചാക്കുന്നില്ല. ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അദ്ദേഹം നിർബന്ധ ബുദ്ധിയായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ പഠിച്ച് വേദപുസ്തകത്തിൽ PhD തുടർ പരിശീലനം ഇതൊക്കെ നേടി പഠിപ്പിക്കുക എന്നത് വളരെ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങളും വിചിന്തനങ്ങളും ഗ്രന്ഥങ്ങളും സഭയ്ക്ക് പൊതുസമൂഹത്തിന് സമ്മാനിക്കുന്ന അദ്ദേഹത്തെ ഞങ്ങളോട് ചേർന്ന് ഞാനും അഭിനന്ദിക്കുന്നു. ദൈവം കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ ദൂരെ നിന്നും അടുത്തു നിന്നും സമയം കണ്ടെത്തി വന്ന എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ സന്തോഷവും സ്നേഹവും അറിയിച്ച് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നതിനും നമ്മോട് സംസാരിക്കുന്നതിനുമായി പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ MLA ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അഭിവന്ദ്യനായ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനി, വേദിയിലുള്ള അഭിവന്ദ്യരായ പിതാക്കന്മാരെ, വിശിഷ്ടാതിഥികളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സഹോദരങ്ങളെ, ഈ ഒരു മനോഹരമായ മുഹൂർത്തത്തിൽ ഇത്രയും നല്ലൊരു പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് ദൈവനിയോഗമായി ഞാൻ കാണുകയാണ്. ദാവീദിൻ്റെ കിന്നരം, 150 സങ്കീർത്തനങ്ങൾ, വചന വിചിന്തനം എന്ന ഡോക്ടർ ജോൺസൺ കൈമലയിൽ കോറെപ്പിസ്കോപ്പയുടെ ഈ പുസ്തകം ഞാൻ കരുതുന്നു അദ്ദേഹം ഇത് രചിച്ചത് അഭിനന്ദനായ പിതാവ് പറഞ്ഞതുപോലെ ഒരു ദൈവനിയോഗമാണ്. ലോകത്തിനും ശാരീരികാവസ്ഥയ്ക്കൊന്നും മറികടക്കാൻ, അതിനെയെല്ലാം മറികടക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ നിയോഗമാണ്. ഞാൻ എപ്പോഴും ഓർക്കും, വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ മുകളിൽ മേൽത്തട്ടിൽ അതിമനോഹരമായ വർണ്ണചിത്രങ്ങൾ വരച്ചു വെച്ച വൃദ്ധനായ ഒരു കലാകാരനുണ്ടായിരുന്നു. 90കളിലാണ് മൈക്കൽ ആഞ്ചലോ ആ ചിത്രങ്ങൾ പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിന് അതികഠിനമായ വേദന, അസുഖമുണ്ടായിരുന്നു. അതിനെയെല്ലാം അവഗണിച്ചിട്ടാണ് വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനപ്പള്ളിയുടെ ഈ ചുമതല അദ്ദേഹം ഏറ്റെടുത്തത്. അദ്ദേഹം അന്നൊരു വാചകം പറഞ്ഞു, ദൈവം എന്നെ ചില ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവം ഏൽപ്പിച്ച ഒരുപാട് പണികൾ എനിക്കിനി ചെയ്തു തീർക്കാനുണ്ട്. ഞാനത് ചെയ്ത് തീർത്തിട്ടേ മടങ്ങുകയുള്ളൂ. അതാണ് ദൈവത്തിൻ്റെ നിയോഗം. നമുക്കറിയാം, ബൈബിൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ അവരുടെ പ്രയാണത്തിൻ്റെ പാതയിലെ വെളിച്ചമാണ്. ഒരുപാട് മനുഷ്യർ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, സങ്കടങ്ങൾ, പ്രയാസകരമായ നിമിഷങ്ങളെല്ലാം മറികടക്കുന്നത്, പിന്തിരിഞ്ഞോടാതെ തളർന്നു വീഴാതെ അവരതിനെ മറികടക്കുന്നത് ബൈബിളിലെ മനോഹരമായ നമുക്ക് ആശ്വാസം തരുന്ന വാക്കുകളിലൂടെ. അതിൽ ഈ ദാവൂദിൻ്റെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്നുവരെ ഇറങ്ങിയതിൽ ഏറ്റവും വലിയ കലാസൃഷ്ടിയാണ്, ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടിയാണ്, ഏറ്റവും വലിയ കവിതാ സമാഹാരമാണ്. അതിനേക്കാൾ മറ്റൊന്നും ഇറങ്ങിയിട്ടില്ല. അവിടെയാണ് ജോൺസൺ അച്ഛൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളെ അതിനെ വിചിന്തനം ചെയ്യാൻ ഉള്ള ഒരു മനോഹരമായ ഒരു ശ്രമം ഇതിനകത്ത് നടത്തിയിരിക്കുന്നു. എനിക്ക് സങ്കീർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം 120 മുതൽ 134 വരെയുള്ള സോങ് ഓഫ് അസെന്റ് എന്ന് പറയുന്ന ആരോഹണ ഗീതം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിലെ 121 സങ്കീർത്തനമാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്. അതിലെ 8 വാചകങ്ങൾ അച്ഛൻ അതിന് പറഞ്ഞിരിക്കുന്നത്, നിനക്ക് യഹോവയുടെ കാവലുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്ന 1-ാമത്തെ വാചകം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരും. നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകനാണ്. യഹോവ നിന്റെ വലതുഭാഗത്ത് നിന്റെ തണലാണ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും വരാത്തവണ്ണം നിന്നെ പരിപാലിക്കും, നിന്റെ പ്രാണനെ പരിപാലിക്കും. 8-ാമത്തെ വാചകം, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. എന്തൊരു അഷ്വറൻസാണ്, എന്തൊരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഈ 8 വാചകങ്ങൾ, 121 സങ്കീർത്തനത്തിലെ വാചകങ്ങളാണ്. എന്തൊരു കരുത്താണ് ഇത് തരുന്നത്. ചിലപ്പോൾ ചോദിക്കും സഹപ്രവർത്തകർ, എന്താണ് ഇത്ര കോൺഫിഡൻസ്? ഈ ആത്മവിശ്വാസത്തെ ചിലർ അഹങ്കാരമായി തെറ്റിദ്ധരിക്കും. കാരണം ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിൽ നേർത്ത വരമ്പ് മാത്രമേ ഉള്ളൂ. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ കരുത്താണ്, അവൻ വലതുഭാഗത്തുണ്ട് എന്നുള്ള ധൈര്യമാണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ വഴികാട്ടിയായി നമ്മുടെ മുന്നിലുണ്ട്. അന്ധകാരത്തിലൂടെ കടന്നു പോകുമ്പോൾ വെളിച്ചം പകരാൻ അവൻ കൂടെയുണ്ട് എന്നതാണ് നമ്മുടെ ആത്മവിശ്വാസം. അതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ, ഏത് പ്രതികൂലമായ സാഹചര്യം വന്നാലും അതിനെ അനുകൂലമാക്കി മാറ്റി എനിക്ക് തരാൻ
അവൻ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാം അടിത്തറ. അതെത്ര മനോഹരമായിട്ടാണ് അച്ഛൻ്റെ ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് ഈ പുസ്തകത്തിൽ, അച്ഛൻ്റെ ഈ പുസ്തകത്തിൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കും. ദൈവത്തിൻ്റെ കയ്യൊപ്പ് എനിക്ക് തോന്നിയതാണ് പറയണമെന്ന്. ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് ഈ പുസ്തകത്തിൽ. അതെല്ലാവർക്കും കഴിയുന്ന ഒന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നിയോഗമായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വലത് കൈ ബൈബിളിൽ വെച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇനാഗുറൽ സ്പീച്ച് ഉണ്ട്. ആ ഇനാഗുറൽ സ്പീച്ച് ബൈബിളിൽ അവരെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ബെഞ്ചമിൻ ഹാരിസൺ എന്ന് പറയുന്ന 23ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ ഇനാഗുറൽ സ്പീച്ചിൽ പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞ 121 സങ്കീർത്തനമാണ് അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളതായി പറഞ്ഞത്. അവരുടെ കറൻസിയിൽ 91 സങ്കീർത്തനമാണ്. അതായത് എൻ്റെ ആശ്രയവും സങ്കേതവും കോട്ടയും അവനാകുന്നു, ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അവനാകുന്നു എന്ന് പറയുന്ന 91 സങ്കീർത്തനം. ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നാണ് കറൻസി എഴുതിയിരിക്കുന്നത്. പണമൊന്നും നല്ല നിന്നെ സ്വാധീനിക്കുന്നു. നിന്നെ സ്വാധീനിക്കുന്നത് അവനാണ്, നിന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവുമാകുന്ന ഈ പണത്തിനേക്കാൾ വലുതെന്നാണ് കറൻസിയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഞാനത് ദീർഘമായി കടന്നു പോകുന്നില്ല. ഒരുപാട് പിതാക്കന്മാർ എല്ലാവരും സംസാരിക്കാനുണ്ട്. ഒരു വലിയ ഒരു കാര്യം ഞാൻ വായിച്ചിട്ടുള്ളത്, നമ്മുടെ 1971 അപ്പോളോ 15 എന്നുള്ള പേടകത്തിൽ ജെയിംസ് ഇർവിൻ എന്ന് പറയുന്ന ഒരു സഞ്ചാരി പോയി ബഹിരാകാശത്തേക്ക്. അദ്ദേഹത്തെ വലിയ സുവിശേഷകനാക്കണം എന്നതായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. അദ്ദേഹം പൈലറ്റ് ആകാൻ പഠിച്ചു. അതിനുശേഷം ജോലിക്ക് ചേർന്നു. വലിയ ഈശ്വര നിഷേധിയും ദൈവനിഷേധിയൊക്കെ ആയിരുന്നു അദ്ദേഹം. എന്നിട്ടാണ് നേരെ ഈ ബഹിരാകാശ സഞ്ചാരിയായി ചന്ദ്രനിൽ ചെന്നിറങ്ങുന്നത്. യൂട്യൂബിൽ നോക്കിയാൽ കാണാം അദ്ദേഹം ചന്ദ്രനിലൂടെ നടക്കുന്നത്. പക്ഷെ അവിടെ വെച്ച് പെട്ടെന്നൊരു ഹൃദയാഘാതം ഉണ്ടായി. ഭയങ്കരമായ മാസിവായിട്ടൊരു ഹാർട്ട് അറ്റാക്ക്. അപ്പം അദ്ദേഹം പിന്നെ എഴുതിയിട്ടുള്ളത്, ഞാനപ്പോൾ എൻ്റെ അമ്മ പഠിപ്പിച്ച 121 സങ്കീർത്തനം വായിച്ചു എന്നാണ് അമ്മ പഠിപ്പിച്ചത്. അദ്ദേഹം ദൈവത്തിനെ ഫീൽ ചെയ്തു എന്നാണ്. തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നീട് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും ദൈവത്തെ തൊട്ടറിഞ്ഞു. അദ്ദേഹം തൻ്റെ വലത് ചുമലിലൂടെ പതുക്കെ നോക്കി ദൈവത്തെ. അത് കൂടെയുണ്ട് പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ തലോടൽ തനിക്കുള്ളതായി ചന്ദ്രനിൽ വെച്ച് അനുഭവപ്പെട്ടു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അനുഭവപ്പെടും. അദ്ദേഹത്തിന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അത് അനുഭവപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിശ്വാസം, അതാണ് എല്ലാവർക്കും കരുത്തു പകരേണ്ട ഒന്ന്. ഈ പുസ്തകം നമ്മൾ വായിച്ചു തീരുമ്പോൾ എനിക്ക് തോന്നുന്നു ബൈബിൾ പഠിതാക്കൾക്കും വിശ്വാസികൾക്കും എല്ലാമുള്ള ഒരു റെഫറൻസ് ഗ്രന്ഥമാണ്. റെഫറൻസ് ഗ്രന്ഥം എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും നോക്കാൻ. ഞാനിത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒന്ന് മറിച്ച് നോക്കാൻ. നമ്മൾ വല്ലാതെ പകരുമ്പോൾ നമുക്കൊരു ആശ്വാസമായി ഈ പുസ്തകം ബൈബിളിൻ്റെ കൂടെ അച്ഛനെഴുതിയ ഒരു പുസ്തകമുണ്ട്. ഇപ്പോൾ കർദിനാൾ പദവിയും ബിഷപ്പ് പദവിയും പൗരോഹിത്യ പദവിയും ഒന്നും ഓണം ബമ്പർ ലോട്ടറി അല്ല. പോളികാർമസിന് വേണ്ടിയിരിക്കുന്നു, വലിയ പദവിയിലേക്ക് വന്നിരിക്കുന്ന അത് യഥാർത്ഥത്തിൽ സഭയും വിശ്വാസ സമൂഹവും നമ്മൾ ആശ്രയിക്കുന്ന ദൈവവും നമ്മളിൽ ഏൽപ്പിക്കുന്ന കുരിശാണ്. ശരിക്കും ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് കുരിശി ചുമക്കലാണ്. ഇടയൻ്റെ ജോലി ആടുകളുടെ സംരക്ഷണം മാത്രമല്ല, ഭൗതികവും ആത്മീയവുമായ ഒരു തലത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ പൗരോഹിത്യത്തിൻ്റെ ലൂക്കാസിൻ്റെ സുവിശേഷത്തിലെ 12ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കള്ള നിന്ന നാഴികയ്ക്ക് വരും എന്നറിഞ്ഞ് വീട്ടുടയൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉറങ്ങാതെ കാത്തിരുന്ന് തൻ്റെ വീട് തുറപ്പാൻ അവനെ സമ്മതിക്കില്ലായിരുന്നു. നാഴികക്കകം മനുഷ്യപുത്രൻ്റെ വരവിനായി സജ്ജരാകുക. മനുഷ്യപുത്രൻ്റെ വരവിനായി വിശ്വാസ സമൂഹത്തെ സജ്ജനാക്കുക എന്നതാണ് പൗരോഹിത്യത്തിൻ്റെ യഥാർത്ഥ ജോലി. ആ പൗരോഹിത്യത്തിൻ്റെ യഥാർത്ഥ ജോലി മനുഷ്യപുത്രൻ്റെ വരവിനായി വിശ്വാസികളെ സജ്ജരാക്കുക എന്ന ദൗത്യ മിഷനാണ്. ആ മിഷനിലെ ഏറ്റവും പ്രധാന ഭാഗമാണ് ജോൺസൺ അച്ഛൻ ചെയ്തിരിക്കുന്നത് എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങിയതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അങ്ങയുടെ ഊർജ്ജസ്വലമായ വാക്കുകൾക്ക് നന്ദി സർ.
ചുരുങ്ങിയ സമയത്ത് ഈ പുസ്തകത്തെക്കുറിച്ച് ആസ്വാദനം നടത്തുന്നതിനായി അഭിവന്യ സാമുവൽ മാർ ഐറേനിയസ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ആസ്വദിച്ചു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ മലങ്കര കത്തോലിക്ക ബിഷപ്പ് ഹൗസിന് ഉള്ളിൽ കയറുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതെന്തായാലും കണ്ടു. ആദ്യം കയറിയപ്പോൾ നമ്മൾ ഈ കൊച്ചു ചാപ്പലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ സന്ധ്യയായി, വൈകുന്നേരമായി. അപ്പോൾ അതുകൊണ്ട് ഈ കളർഫുള്ളായിട്ട് ഞാൻ ഈ ചാപ്പലോട് ഒന്ന് കാണിക്കുവാണ്. പിന്നെ ഒക്കെ കൂട്ടത്തിൽ പറയണോ, ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. നല്ല ഫുഡും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നാണ്, നല്ല അപ്പം, സ്റ്റൂവ്, അലുവ, ചായ ഒക്കെ ചേർന്ന നല്ലൊരു ട്രീറ്റും തന്നാണ് നമ്മുടെ ബിഷപ്പ് ഹൗസ് തിരികെ വിട്ടത്. ഒരു വലിയ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ദൈവികത്വത്തിലേക്കുള്ള ശരിക്കും ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വേദി കൂടിയായിരുന്നു ഈ ബിഷപ്പ് ഹൗസ് യാത്രയും. അവിസ്മരണീയമായ യാത്ര, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയാണിത്. വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.